ഹലോ, അസ്സലാമു അലൈക്കും. ഇന്ന് നമുക്ക് ഒരു സ്വീറ്റ് ഡിഷ് ആക്കിയാലോ? അടിപൊളി ഒരു ഡെസേർട്ടാട്ടോ ചെയ്യുന്നത്. സ്ട്രോബെറി ക്രീം പുഡിംഗ് അല്ലെങ്കിൽ സ്ട്രോബെറി ജാർ കേക്കെന്നോ ഗ്ലാസ് കേക്കെന്നൊക്കെ വിളിക്കാം. നല്ല സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നതേ ഉള്ളൂ. ഇതിന് നമുക്ക് കുക്കിംഗ് ആവശ്യമില്ല. ഓക്കെ, അപ്പം ഇങ്ങനെ തയ്യാറാക്കാൻ നോക്കാം. അപ്പം ഇതാ നമ്മുടെ സ്ട്രോബെറി ക്രീം പുഡിങ്ങിന് വേണ്ടിയിട്ട് ഞാനൊരു 14-15 നല്ല പഴുത്ത സ്ട്രോബെറി ആട്ടോ എടുത്തത്. അപ്പോൾ ഇനി നമുക്ക് ഇതൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കണം. ഈ സ്ട്രോബെറിക്ക് പകരം നിങ്ങൾക്ക് പൈനാപ്പിൾ ഇല്ലേ, നമ്മളെ കൈതച്ചക്ക, അതെടുത്താലും നല്ല ടേസ്റ്റ് ആട്ടോ. അപ്പോൾ ഞാനിപ്പോൾ സ്ട്രോബെറി ആകുമ്പോൾ ഒന്നുകൂടി കളർഫുൾ ആണല്ലോ, അങ്ങനെ എടുത്താണേ. ഇനിയിപ്പോൾ ഞാൻ ഇതൊന്ന് കട്ട് ചെയ്ത് കാണിച്ചു തരാം. ഇതുപോലെ നിങ്ങൾക്ക് ഇതുപോലെ ഇങ്ങനെ കട്ട് ചെയ്യണമെന്നൊന്നുമില്ല കേട്ടോ, ചെറിയതാക്കിയിട്ട് നമുക്കിത് കട്ട് ചെയ്യാം എല്ലാതും. ഇതാ ഞാൻ എല്ലാം കട്ട് ചെയ്തിട്ടു കേട്ടോ, കണ്ടോ, ഇതുപോലെ കട്ട് ചെയ്തിട്ടുണ്ട്. ഇനി ഞാൻ ഇതിലേക്ക് ഇതാ 1/2 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കണേ. ഇനി എന്നിട്ട് നമുക്ക് ഈ പഞ്ചസാരയും ഈ സ്ട്രോബെറീസും കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം, എന്നിട്ടൊന്ന് മാറ്റിയേക്കാം. അപ്പൊ ഈ പഞ്ചസാര ഒക്കെ ഇതിനോടും കൂടി ചേർന്നിട്ട് ഈ ഇതിൽ നിന്നൊക്കെ ജ്യൂസ് ഇറങ്ങിയിട്ട് നല്ല സോഫ്റ്റ് ആയി നിൽക്കും. ഇത് പൈനാപ്പിൾ ചെയ്യുകയാണെങ്കിൽ ഇതേപോലെ പഞ്ചസാര ചേർത്തിട്ട് ഒന്ന് വേവിച്ചെടുത്താൽ മതി കേട്ടോ, പൈനാപ്പിളും പഞ്ചസാരയും. അപ്പൊ നമുക്ക് നന്നായിട്ട് കിട്ടും, വെള്ളമൊന്നും ചേർക്കണ്ട. ഇതുപോലെ ഇതിനി ഒന്ന് ഞാൻ മാറ്റി വെക്കട്ടെ. ഇനിയിപ്പോ ഇതാ നമ്മളെ പുഡിങ് ഒരു 3 ലെയർ ആയിട്ടാണ് സെറ്റ് ചെയ്യുന്നത്. അതിന് ഞാൻ ഫസ്റ്റ് ലെയർ ആയിട്ട് എടുക്കുന്നത്, ബേസ് ആയിട്ട് എടുക്കുന്നത് ഇവിടെ ചോക്ലേറ്റ് സ്പോഞ്ച് കേക്ക്. ഇത് ഞാൻ വെറുതെ നമ്മൾ നോർമൽ സ്പോഞ്ച് കേക്ക് ഇല്ലേ, അത് ഉണ്ടാക്കി വെച്ചാണേ. അത് എന്നിട്ട് ജസ്റ്റ് ഇതുപോലുള്ള ഒരു ഗ്ലാസ് വെച്ചിട്ട് കട്ട് ചെയ്തെടുത്താട്ടോ, റൗണ്ടിൽ നമ്മൾ ഏതിലാണോ സെർവ് ചെയ്യുന്നത് അതിനനുസരിച്ചിട്ട് കട്ട് ചെയ്തെടുക്കുക. ഇതിപ്പം കേക്ക് വേണമെന്നൊരു നിർബന്ധവും ഇല്ല കേട്ടോ. അപ്പൊ അതാ ഞാൻ മിൽക്ക് ബ്രെഡ് എടുത്തിട്ടുണ്ട്. ഇത് ഇതുപോലെ നമുക്ക് കട്ട് ചെയ്തെടുത്തതാ, ഗ്ലാസ് വെച്ചിട്ട് ഇതുപോലെ റൗണ്ടിൽ കട്ട് ചെയ്തെടുത്താൽ മതി. ഇതോ അല്ലെങ്കിൽ ഇനി ഓറിയോ ബിസ്ക്കറ്റ് ഉണ്ടെങ്കിലല്ലേ അതും മതി. അങ്ങനെ എന്തെങ്കിലും ഒന്ന്. ഇപ്പൊ ഇതുപോലെ കട്ട് ചെയ്യണമെന്നില്ല, പിച്ചിട്ടാലും ഒരു കുഴപ്പമില്ല. ഇപ്പൊ ഇതാ കേക്ക് പോലെ തന്നെ ബ്രെഡും കട്ട് ചെയ്തെടുത്തേ. അപ്പൊ നമ്മൾ സ്ട്രോബെറി മാറ്റി വെച്ചു, ഇപ്പം ബ്രെഡോ കേക്കോ അതും മാറ്റി വെച്ചുണ്ട്. അപ്പൊ 2 ആയില്ലേ. ഇനി നമുക്ക് ക്രീം വേണം, വിപ്പിംഗ് ക്രീം വിപ്പ് ചെയ്തെടുക്കട്ടെ. ഇനി ഇതാ ഞാൻ 1 കപ്പ് വിപ്പിംഗ് ക്രീം ഒരു നല്ല തണുപ്പിച്ച ഒരു ബൗളിലേക്ക്, വെള്ളമില്ലാത്ത ബൗളിലേക്ക് ഒഴിച്ചിട്ടുണ്ട്. ഇനി നന്നായിട്ട് സോഫ്റ്റ് പീക്കാവുന്നവരെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കട്ടെ. ഇതാ നമ്മളെ വിപ്പിംഗ് ക്രീം ഒക്കെ നന്നായിട്ട് വിപ്പ് ചെയ്തെടുത്ത് ഓക്കെ. ഇതാ നമുക്കിനി സെറ്റ് ചെയ്യാം കേട്ടോ നമ്മളെ പുഡിങ്. അതിന്റെ മുമ്പ് ഇതാ നമ്മൾ നേരത്തെ പഞ്ചസാര ഇട്ടില്ലേ, സ്ട്രോബെറി കട്ട് ചെയ്തിട്ട്, അതിതാ നന്നായിട്ട് അലിഞ്ഞിട്ട് ഇതിൽ നിന്ന് ജ്യൂസ് ഇറങ്ങിയത് കണ്ടോ, ഇതാ കണ്ടോ. ഇതില്ലേ നിങ്ങൾ ചെയ്യുമ്പോൾ ഇപ്പൊ നമ്മൾ ഉച്ചക്കത്തൊക്കെ ഉണ്ടാക്കുകയാണെങ്കിലൊക്കെ രാവിലെ അത് ഇതുപോലെ ചെയ്ത് വെച്ചാൽ നന്നായിട്ട് ഇങ്ങോട്ട് സോഫ്റ്റ് ആയിട്ട് നല്ല ടേസ്റ്റ് ആയിരിക്കും. ഇതിപ്പോ നിങ്ങളെ കാണിക്കാൻ വേണ്ടി ഞാൻ ആ സമയത്തല്ലേ, ഇപ്പൊ ഒരു അരമണിക്കൂറായിട്ടോ ചെയ്ത് വെച്ചിട്ട്. അപ്പൊ ഇതാ ഇനി നമുക്ക് ഇതില്ലെന്നില്ലേ ഈ വെള്ളം കുറച്ച് നമുക്ക് മാറ്റാം. കാരണം നമ്മൾ ആ ബ്രെഡിലെ കേക്കൊക്കെ നമുക്ക് ഈ വെള്ളം ഒഴിച്ചൊന്ന് സോക്ക് ചെയ്യാം. ഇനി ഇതാ നമുക്ക് സെറ്റ് ചെയ്യാം. ഞാനിതാ ഇപ്പോൾ ഇതുപോലുള്ള ഗ്ലാസ്സിലാട്ടോ സെറ്റ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഇനി വലിയ പുഡിംഗ് ട്രേയിൽ വേണമെങ്കിൽ ഇതുപോലെ സെറ്റ് ചെയ്യാം. ഇതാ ഈ ഗ്ലാസ്സിനനുസരിച്ചുള്ള കട്ട് ചെയ്ത് വെച്ച് ഇതുപോലെ കട്ട് ചെയ്താൽ മതി കേട്ടോ, കണ്ടോ, ഇതുപോലെ നമുക്ക് ഇട്ട് കൊടുക്കണേ. ഇനിതാ ഞാൻ ആദ്യം കേക്ക് വെച്ചിട്ട് സെറ്റ് ചെയ്യേ. ഇതാ ഒരു കേക്കിന്റെ പീസ് എടുത്ത് നമ്മളെ ഈ സ്ട്രോബെറിന്റെ ആ സിറപ്പില്ലേ അതിലൊന്ന് നന്നായിട്ട് മുക്കി കൊടുക്കാം. ഇതാ നന്നായിട്ട് മുക്കിണ്ടേ. ഇനി നമുക്കിത് നമ്മളെ ഗ്ലാസ്സിലേക്ക് ഇട്ട് കൊടുക്കാം. കണ്ടല്ലോ, ഇതാ ഞാൻ ആദ്യം കേക്കിന്റെ ആ പീസ് ഇട്ടു കേട്ടോ. ഇനി അതാ നമ്മളെ സ്ട്രോബെറി ഇല്ലായിരുന്നു, ഇത് വേണമെങ്കിൽ നിങ്ങൾക്ക് ഒന്ന് ക്രഷ് ചെയ്യട്ടെ, സ്പൂണോ അല്ലെങ്കിൽ കയ്യിലൊക്കെ വെച്ചിട്ട് ഒന്ന് വേണേ ക്രഷ് ചെയ്തിടാം. ഞാനിപ്പോൾ ഇങ്ങനെ തന്നെ ഇടുന്നത്. ഇതാ ഒരു സ്പൂൺ എടുത്തിട്ടുണ്ട്, അതാ ഇതിന്റെ മേലേക്ക് ഇട്ട് കൊടുക്കുന്നത്. ഇതൊക്കെ അളവൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ഉപയോഗിക്കാം കേട്ടോ. ഇനി നമ്മൾ ഇതിന്റെ മേലേക്ക് നമ്മൾ ക്രീമാണ് ഇട്ട് കൊടുക്കുന്നത്. അത് ഇതാ ഞാനൊരു പൈപ്പിംഗ് ബാഗിലേക്ക് മാറ്റിയിട്ടുണ്ട്. നിങ്ങൾക്ക് സ്പൂൺ വെച്ചിട്ടും ഇടാം, പൈപ്പിംഗ് ബാഗിലാവുമ്പോൾ നമുക്ക് ഈസി ആയിട്ട് ഇടാം. ഈ ക്രീമില്ലേ ഞാൻ മധുരമുള്ള വിപ്പിംഗ് ക്രീം ആട്ടോ ഉപയോഗിച്ച നോൺ ഡയറി. നിങ്ങൾക്ക് മധുരം ഇല്ലാത്തതാണെങ്കിൽ നിങ്ങൾ ബീറ്റ് ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യണം എന്നറിയാം, ആവശ്യത്തിനനുസരിച്ച് പൊടിച്ച പഞ്ചസാര ചേർത്തി കൊടുക്കണേ. അപ്പൊ ഇതാ ഞാൻ ഇതിന്റെ മേലേക്ക് ഇതാ ക്രീം ഇട്ട് കൊടുക്കട്ടെ.
ഇത് കണ്ടോ, നമ്മൾ കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഞാനിങ്ങനെ എടുത്ത്. ഇതാ കേക്കിൻ്റെ ലെയർ, പിന്നെ ഇതാ നമ്മളെ സ്ട്രോബെറി ഉണ്ട്, പിന്നെ ഇതാ ക്രീം ഉണ്ട്. അപ്പം 3 ലെയറായേ. ഇനി സെയിം റിപ്പീറ്റ് ചെയ്യാം. നെക്സ്റ്റ് കേക്ക് എടുക്കുന്നു, സ്ട്രോബെറി സിറപ്പിൽ ഇതാ നന്നായിട്ട് ഡിപ്പ് ചെയ്യുന്നു, എന്നിട്ട് ഇതിൻ്റെ മേലേക്ക് ഇട്ടുകൊടുക്കുന്നു. കണ്ടല്ലോ. ഇനി ഇതിൻ്റെ മേലെ സ്ട്രോബെറി, സെയിം പ്രോസസ്സ് തന്നെ കേട്ടോ. ഇനി ഇതാ മേലെ നമുക്ക് ക്രീം ഇട്ട് കൊടുക്കാം. ഇത് നിങ്ങളെ ഗ്ലാസ്സിനനുസരിച്ച് ചെയ്താൽ മതി കേട്ടോ. നിങ്ങൾ ഏതിലാണോ എടുക്കുന്നത് അതിനനുസരിച്ച് എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് ചെയ്യാം. ഇനി നമുക്ക് ഇതിൻ്റെ മേലെതാ ഒരു ഫ്രഷ് സ്ട്രോബെറിയും വെച്ചെടുക്കാം. അപ്പതാ നമ്മുടെ സ്ട്രോബെറി ക്രീം പുഡിംഗ്, അല്ലെ ഗ്ലാസ് കേക്കോ ജാർ കേക്ക്, ഇതേപോലെയല്ലേ നമ്മൾ ഉണ്ടാക്കല്. ഇതിപ്പോൾ ഗ്ലാസ്സിൽ എന്ത് ഭംഗിയല്ലേ കാണാൻ. ഇതുപോലെ ചെയ്താൽ മതി. നമുക്ക് ഗസ്റ്റൊക്കെ വരുമ്പോൾ അടിപൊളിയായിരിക്കും ഇതുപോലെ ഒന്ന് ചെയ്ത് വെച്ചെടുത്താൽ. അപ്പോൾ ഇതേപോലെ നമുക്ക് ആ ബ്രെഡ് വെച്ചിട്ട് ഒന്ന് സെറ്റ് ചെയ്തെടുക്കേ. ഇനി നമുക്ക് ഇതേപോലെ ബ്രെഡ് സോക്ക് ചെയ്യാം. ബ്രെഡ് സോക്ക് ചെയ്തിട്ട് നമുക്ക് ആദ്യം ബ്രെഡ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. എല്ലാം സെറ്റ് ചെയ്തു. ഇനി ഇതൊരു 2 മണിക്കൂർ മിനിമം ഫ്രിഡ്ജിൽ വെക്കണേ. അപ്പോൾ എല്ലാം കൂടെ ഒന്ന് സെറ്റായിട്ട് ആ കറക്റ്റ് ടേസ്റ്റ് വരുള്ളൂ. ഓക്കെ, ഒന്നിൽ ഞാൻ ബ്രെഡ് വെച്ചിട്ടും 2 കേക്ക് വെച്ചിട്ടുമാണ് സെറ്റ് ചെയ്ത്. അപ്പോൾ സിമ്പിൾ അല്ലേ, എല്ലാവരും കണ്ടില്ലേ, കുഞ്ഞു കുട്ടിയൊക്കെ വരെ ചെയ്യാൻ പറ്റുന്ന അടിപൊളി ഒരു ഡിഷാണ് കേട്ടോ. നമുക്ക് ഗസ്റ്റൊക്കെ വരുമ്പോൾ ചെയ്യാൻ പറ്റുന്ന, എന്താ പറയുക, ജാർ കേക്ക് എന്ന് വേണമെങ്കിൽ പറയാം, ഗ്ലാസ് കേക്ക് എന്ന് വേണമെങ്കിൽ പറയാം, സിമ്പിൾ പുഡിംഗ് എന്ന് വേണമെങ്കിലും പറയാം. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇൻഷാ അല്ലാഹ് നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.